കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ്. സുഭാഷിതങ്ങൾ 8-ാം അധ്യായത്തിന് 20-21 തിരുവചനത്തിൽ, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി. കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ താങ്കൾ? കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിറയപ്പെടുന്നു, എല്ലാ നന്മകളും നിറയപ്പെടുന്നു. അതിനാലാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവരുടെ ഭണ്ഡാരം ഞാൻ നിറയ്ക്കുന്നു, അവരെ ഞാൻ സമ്പന്നരാക്കി. സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ദൈവികമായ ഒരു സമ്പത്ത് ഈ ഒരു വർഷക്കാലം കർത്താവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരട്ടെ. അത് ഭൗതികമായ മേഖല, സാമ്പത്തിക മേഖല, ആത്മീയ മേഖല, എല്ലാ മേഖലകളിലും സന്തോഷം, സമാധാനം, സ്വസ്ഥത, എല്ലാത്തിൻ്റെ ഒരു സമൃദ്ധി വെളിപ്പെടുന്ന ഒരു വർഷമായി ഈ വർഷം തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ദൈവം ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ 1-ാം തീയതി തന്നെ ഈ ഒരു വചനം ദൈവം നമുക്ക് നൽകുകയാണ്. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നത്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു, സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. 1 സമ്പത്ത്, 2 ബഹുമാനം. പലപ്പോഴും മനുഷ്യർ ഏറ്റവും കൂടുതൽ തിരയുന്ന സംഭവം എന്താണ്? ഇല്ലീഗലായിട്ട് ഏതെങ്കിലും വിധത്തിൽ സമ്പത്ത് ഉണ്ടാക്കണം, ഏതെങ്കിലും വിധത്തിൽ പ്രശസ്തി, ബഹുമാനം, എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു സംഭവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി മനുഷ്യർ ഓടി നടക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും ചവിട്ടിയിട്ടായാലും എനിക്ക് അത് അയാളുടെ മുകളിൽ കയറി നിൽക്കണം, അങ്ങനെ ബഹുമാനം ആർജിക്കുക എന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും. ടെമ്പററി അല്ല, ഈ വെട്ടിപ്പിടിച്ച് അവിടുന്ന് ഇവിടുന്ന് ഉണ്ടാക്കുന്ന ടെമ്പററി ആയിട്ടുള്ള സംഭവങ്ങളല്ല. നിലനിൽക്കുന്ന ധനം, ഐശ്വര്യം, നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. അപ്പം ഇന്ന് ഈ 2024 ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ പുതിയ വർഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്താ? സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും കർത്താവിൻ്റെ പക്കലുണ്ട്. ഒന്നെന്നോട് പറയാമോ? സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. കർത്താവിൻ്റെ അടുക്കലിതുണ്ട്. ഈ പുതുവർഷത്തിൽ നമ്മൾ വിശ്വസിക്കണം, കർത്താവ് അനുഗ്രഹിച്ച, കർത്താവ് നൽകുന്ന സമ്പത്തിൽ അവിടുന്ന് വേദന കലർത്താറില്ല. കർത്താവ് നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മളെ ഉയർത്തുമ്പോൾ കർത്താവാണ് ഉയർത്തിയതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ വേറെ ആരെയും നമ്മുടെ ഇൻവോൾവ്മെന്റ് വേണ്ട. ഓൺലി തിങ് യു നീഡ് ടു ഡു, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, അവിടുത്തെ കുരിശുബലിയുടെ ആ മറവിൽ, പരിശുദ്ധ കുർബാനയിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നീ മറഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഈശോ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ 2024 ഏറ്റവും അനുഗ്രഹമാകുന്നതിന് വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ആത്മാവ് മറഞ്ഞിരിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ റെസ്റ്റ് ആൻഡ് റിലാക്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ മൈൻഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും ചിന്തിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചെയ്താലേ ഉള്ളൂ ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. അതാണ് പഴയ നിയമത്തിലെ ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് കാരണം മനുഷ്യർ ഓടി നടക്കുവാണ്. ഈ ഓടി നടക്കുന്നത് കൊണ്ട് മനുഷ്യനിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് തന്നെ കടന്നു വന്ന് നമുക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി തീർന്നു. നൗ ഫോക്കസ് ഓൺ വാട്ട് ഹി ഹാസ് ഡൺ ഫോർ യു ആൻഡ് റെസ്റ്റ് ആൻഡ് റിലാക്സ് ഇൻ ഹിസ് പ്രസൻസ്. അതാണ് പുതിയ നിയമം. ഓടി നടക്കുന്ന സംഭവം എല്ലാം തീർന്നു. ഒരൊറ്റ ഫോക്കസാണ്. നിനക്ക് വേണ്ടി മുഴുവനും എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുന്നതിന് വേണ്ട വില ഈശോ കൊടുത്തു കഴിഞ്ഞു. അതാണ് പരിശുദ്ധ കുർബാന. നൗ റെസ്റ്റ് ആൻഡ് റിലാക്സ് ഇൻ ഹിസ് പ്രസൻസ്. ഇതാണ് പുതിയ നിയമത്തിലെ വിളി. പുതിയ നിയമം നമ്മളെ വിളിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ ഈ ഒരു തിരിച്ചറിവിൽ ജീവിക്കുവാൻ, നമ്മുടെ അകത്താണ്, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറയപ്പെടുകയാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു. എവിടെ ദൈവം ഇരിക്കുന്നത്? നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഉള്ളിലുണ്ട്. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ.
എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എൻ്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതം ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഈശോ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക. ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളതല്ല. ഒരു പരിപാടിക്കും പോകാതെ എവിടെയെങ്കിലും കുത്തിയിരിക്കുക എന്നുള്ളതല്ല. ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക, ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഞാൻ എന്ത് ചെയ്താലും, ജോലിയാകട്ടെ ബിസിനസ് ആകട്ടെ, എൻ്റെ കൂടെ എൻ്റെ ദൈവം എൻ്റെ കൂടെ എൻ്റെ അരികിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിലാണ് ഞാൻ വഴി നടത്തപ്പെടുന്നത്. ആ ദൈവത്തോടൊപ്പമാണ് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ആത്മാവ് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടുകയാണ്. അപ്പോൾ ഈ തിരിച്ചറിവിൽ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ, പരിശുദ്ധ കുർബാനയ്ക്കും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൽ വലിയ അഭിഷേകം ഒന്ന് നിറയപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വചനത്തിൽ പറയുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി. അപ്പം ആത്മാവിൽ വലിയൊരു സമ്പന്നത കടന്നു വരിക, കർത്താവിൻ്റെ സാന്നിധ്യത്തിലുള്ള വലിയ സമ്പന്നത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് നമുക്ക് ലഭിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ്. മർക്കോസ് 11:24 ഈശോ പറഞ്ഞു, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇന്ന് നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പല സ്ഥലത്തും പോയി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അന്ന് ഇവിടെ കൂടെ ഒരു പ്രയർ റിക്വസ്റ്റ് ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം എന്നുള്ള ഒരു ചിന്തയിലല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഈശോയ്ക്ക് അത് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കും. മർക്കോസ് 11:24 ഈശോ തന്നെ പറയും, നിങ്ങൾ ചോദിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു വർഷക്കാലം നിങ്ങളോടൊപ്പം ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കടന്നു വരുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി. കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നൽകിയ ഒരു ഈ വചനത്തെ നിങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെക്കണം കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ട്രൈവ് ചെയ്യാറുണ്ട്. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും. ഇത് സ്ട്രൈവ് ചെയ്യേണ്ടത് കർത്താവിലും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും, കർത്താവിലും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും. സമ്പത്തുണ്ടാക്കാൻ ഇല്ലീഗലായിട്ടൊന്നും പോകണ്ട. ഈശോയിൽ വിശ്വസിക്കുന്നവനിലേക്ക് ദൈവികമായ സമ്പത്ത് നിന്റെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കും, നീ ചെയ്യുന്നതിനെ ദൈവം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള വലിയ ഒരു നിറവ് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകും. ഹല്ലേലൂയ. അതിന് വേണ്ട ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും, ഉള്ളതിന് കൂടുതൽ നൽകപ്പെടും. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അതായത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ്റെ ആ മനസ്സിൽ തന്നെ വലിയൊരു സമ്പന്നത അവനിൽ വന്നു കഴിഞ്ഞു. ചിലവർ ഭയങ്കര കാശുള്ളവർ കാണും, പക്ഷെ അവരുടെ മനസ്സിൽ ആർക്കും കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനോ ഒരു സാധുക്കളായ ഒരു വ്യക്തിയെ സഹായിക്കാനോ ഒന്നുമുള്ളൊരു മനസ്സില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോകുമല്ലോ, എൻ്റെ കുറഞ്ഞു പോകുമല്ലോ. അതാണ് ദാരിദ്ര്യ മനോഭാവം. അതിനെയാണ് യേശു പറഞ്ഞത്, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. ആ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളിൽ നിന്ന് പൊക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു മനുഷ്യനെ സഹായിക്കാൻ, ഇപ്പം നിങ്ങൾ സ്കൂളിലേക്ക് കുഞ്ഞിനെ അയക്കുമ്പോൾ ഇല്ലാത്തൊരു കുഞ്ഞിനും കൂടി ഒരു ബാഗ് മേടിച്ചു കൊടുക്കുക, ഒരു ബുക്സ് മേടിച്ചു കൊടുക്കുക, സഹായിക്കുക. ഇല്ലാത്തവനെ അത് ആ ഒരു മനസ്സാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് കാണും, പക്ഷെ ആ മനസ്സുള്ളവനെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവത്തിന് വചനത്തിൽ ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. അപ്പം ഇന്ന് നമുക്ക് 2024 പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉറപ്പെന്താ? എൻ്റെ കൂടെ ദൈവമുണ്ട്, ആ ദൈവത്തിൽ ഞാൻ സമൃദ്ധിയിലാണായിരിക്കുന്നത്, ആ ദൈവത്തിൽ ഞാൻ സമ്പന്നനാണ് എന്ന് പറഞ്ഞേ. ചിലപ്പോൾ ഇന്ന് ബാങ്ക് അക്കൗണ്ടിൽ പണം കുറവായിരിക്കും, പക്ഷെ ഇങ്ങനെ പറയണം, എൻ്റെ ദൈവത്തിൽ ഞാൻ സമ്പന്നനാണ്, എൻ്റെ ഈശോയിൽ ഞാൻ സമ്പന്നനാണ്, എൻ്റെ ഈശോയിൽ ഞാൻ സമ്പന്നനാണ്, എൻ്റെ ഈശോയിൽ ഞാൻ സമ്പന്നനാണ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞു, ഒരു 10 പ്രാവശ്യം പറഞ്ഞ്, എൻ്റെ ഈശോയിൽ ഞാൻ സമ്പന്നനാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് മുൻപാകെ കടന്നു പോകും. യെശയ്യാ 45:2 നമ്മൾ കാണുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും.
അപ്പോൾ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ മുൻപിൽ ആ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നൊരു വർഷമാകട്ടെ. നമ്മുടെയൊക്കെ മുൻപിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്, ആ തടസ്സങ്ങളെ ദൈവം തകർത്തുകൊണ്ട് വഴികളും വാതിലുകളും തുറക്കുന്ന ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള വഴികളും വാതിലുകളും, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വഴികളും വാതിലുകളും ഈശോയുടെ നാമത്തിൽ തുറക്കപ്പെടുന്ന ഒരു വർഷമാകട്ടെ ഈ ഒരു വർഷം. കർത്താവ് ഈ ഒരു വചനം എൻ്റെ ഉള്ളിൽ തരുന്നത് യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിന് താക്കോൽ, ആധിപത്യം അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവനൊരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയുകയില്ല. അവനൊരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനെ തുറക്കുവാൻ കഴിയുകയില്ല. കർത്താവ് ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഈ ഒരു വർഷക്കാലം കർത്താവിൻ്റെ അത്ഭുതകരമായ വാതിലുകൾ, ലോക രാജ്യങ്ങളുടെ വാതിലുകൾ, അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, നന്മയുടെ വാതിലുകൾ ഈ വചനത്തിൻ്റെ ശക്തിയോടെ ഇപ്പോൾ തന്നെ അത് തുറക്കപ്പെടട്ടെ. ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഈ ഷെയർ ചെയ്യുന്ന നിമിഷം തന്നെ, ഈ ജനുവരി 1-ാം തീയതി തന്നെ ദൈവവചനത്തിൻ്റെ ശക്തി അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുന്ന വലിയ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ വലിയ വാതിലുകൾ തുറക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. അത് നടന്നു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. ലോകരാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നതിനായി നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനുള്ള വാതിലുകൾ, അതിനുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പം ഈ ഒരു വർഷം ദൈവം നമുക്ക് മുൻപിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യും. യെശയ്യാ 45:2, യെശയ്യാ 22:22 അവിടുന്ന് അൺയൂഷ്വൽ ആയിട്ടുള്ള വാതിലുകളെ തുറക്കുന്നൊരു വർഷമായി തീരും. ഈ ഒരു മെസ്സേജ് നിങ്ങൾ റിസീവ് ചെയ്യുക. യെശയ്യാ 43:19 കർത്താവ് അവിടെ ഇന്നലെ നൽകിയൊരു വചനമായിരുന്നു. അതായത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒരു വഴിയുമില്ല, പക്ഷെ ആ വഴിയില്ലെന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ പുതിയ വഴി തുറക്കും. ഡെഡ് എൻഡ് പോകുന്ന നിങ്ങളൊരു സ്ഥലം ജോലി ചെയ്യുക, അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവണ്ണം നിങ്ങളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുക, അവിടുന്ന് തന്നെ പല വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് പോലെ ദൈവത്തിന് അൺയൂഷ്വൽ ആയിട്ടുള്ള വാതിലുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ തുറക്കപ്പെടുന്ന ഒരു വർഷമായി ഈ വർഷം തീരും. ഈ വചനത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കണം. യെശയ്യാ 43:19, യെശയ്യാ 45:2, യെശയ്യാ 22:22. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച സുഭാഷിതങ്ങൾ, ആ വചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ ധ്യാനിക്കണം. വലിയ അനുഗ്രഹം ഈ ഒരു വർഷക്കാലം ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മളിലേക്ക് കടന്നു വരുന്ന എപ്പോഴാ? ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ. കർത്താവിൻ്റെ സാന്നിധ്യം റെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ വിശ്രമിക്കുക. ജോലി ചെയ്യുമ്പോഴും ഈശോ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വിശ്രമിക്കാൻ പറ്റും. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും അത് സാധിക്കും, പ്രാർത്ഥിക്കുമ്പോഴും അതിന് സാധിക്കും. പലപ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ദിവ്യകാരുണ്യ ചാപ്പലിൽ ഇരിക്കുമ്പോഴും ടെൻഷനാണ്. എങ്ങനെയാവും, എന്താ ചിലപ്പോൾ പള്ളിയിൽ പോകുമ്പോഴാണ്, പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് 100 കൂട്ടം ചിന്തകൾ വരുന്നത്. എന്നാൽ ഈ ഒരു വർഷക്കാലം ഈശോയുടെ കരങ്ങളിലേക്ക് ആ ചിന്തകളെല്ലാം വിട്ടുകൊടുത്തിട്ട് എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ആൻഡ് റിലാക്സ്. നമ്മൾ റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കാര്യം നോക്കും. നമ്മൾ വറി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ കാര്യം സോർട്ട് ചെയ്യാൻ നോക്കുമല്ലേ. നമ്മൾ തന്നെ നമ്മുടെ കാര്യം സോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അവിടെയാണ് ദൈവത്തിന് ഇൻഫ്ലുവൻസ് കുറയുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യനെ ഉറക്കം എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ വെച്ചല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. മനുഷ്യനെ റോബോട്ട് പോലെ സൃഷ്ടിച്ചിട്ട് നീ കുറച്ച് നാൾ ഈ ഭൂമി പോയി അതും ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വേണം, അങ്ങനെയൊന്നുമില്ല അല്ലേ. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്ര? ഇപ്പം 100 വർഷം എന്ന് പറഞ്ഞാൽ 36,500 ദിവസം. 365 × 100 36,500. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പേടിച്ചു, ഈ ഇത്രയും ദിവസമേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ പകുതി സമയം ഉറക്കമാണ് അല്ലേ. അപ്പം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ദൈവം സൃഷ്ടിച്ച പല കാര്യങ്ങളുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക. നമ്മുടെ വറീസിനെയും നമ്മുടെ ഈ ടെൻഷൻസിനെയും ഇത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഇതെല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ ഇത് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് വിശ്രമിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ സെയിൻറ്റ് പോൾ പറയാം, അതിന് 6-7 തിരുവചനത്തിൽ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുലരാകരുത്. ആകുലതയുണ്ടോ? ആകുലപ്പെടരുതെന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. എല്ലാവർക്കും ആകുലതയുണ്ടെന്നേ. ആകുലതകൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും, ഇല്ലാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ ആ ആകുലതകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഒന്നിനെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ ആകുലപ്പെടരുത്. പ്രാർത്ഥനയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകളെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം നമ്മുടെ മനസ്സും ചിന്തയും യേശുക്രിസ്തുവിൽ പരിപാലിക്കപ്പെടുമ്പോൾ, പ്രൊട്ടക്റ്റഡ് ആകുമ്പോൾ അവിടെ എന്നാ സംഭവിക്കുന്ന? നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതാണ് ഹെബ്രായർ 4:3 നമ്മൾ കാണുന്നത്. വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതിന് ഓപ്പോസിറ്റ് ഒരു സംഭവമുണ്ട്.
ഒരു ചിന്ത വരികയാണ്, ഞാനൊരു 25 സ്ഥലത്ത് പോയി അല്ലെങ്കിൽ 100 സ്ഥലത്ത് ഓടി നടന്നാലും ഇവിടെ നടക്കത്തുള്ളൂ, ദൈവം നടത്തത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ സ്ട്രൈഫാണ്, നമ്മൾ ടെൻഷനാണ്. അപ്പം നമുക്ക് വീട്ടിലൊരു മനുഷ്യനോട് സ്നേഹത്തോടെ ഇടപെടാനോ സംസാരിക്കാനോ പോലും ഒരു സമയമില്ല. നമ്മുടെ മനസ്സ് മുഴുവനും ഇങ്ങനെ എന്നാ പറയുന്നത്, വല്ലാതെ അങ്ങ് ഇതാവും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രയർ മീറ്റിംഗ് കൂടി കഴിഞ്ഞ് വേറെ ഒരു പ്രയർ മീറ്റിംഗ് കൂടാൻ പോകുന്നു, 100 സ്ഥലത്ത് പോകാൻ പോകുന്നു, പ്രയർ മീറ്റിങ്ങിനോ ധ്യാനങ്ങൾക്കോ പോകുന്നു, ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ സമാധാനത്തിലോട്ട് വരുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. നമ്മുടെ മനസ്സ് പിന്നെയും അസ്വസ്ഥമാണ്. ഈ ഒരു വർഷക്കാലം മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ് ഈശോയിൽ സമാധാനത്തിലാണ്. അത് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും വിപരീതമാണെങ്കിലും ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ട വിലയാണ് ഈശോ ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി തീർന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി തീർന്ന് ദൈവം നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ആ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ ഒരു വർഷക്കാലം മുഴുവനും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ ധ്യാനിച്ചുകൊണ്ട് ആ സ്നേഹത്തെ ഞാൻ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യും. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. എന്താ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്? നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ പറയുക, സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. ഇത് കടന്നു വരുമ്പോഴും അതിലേക്കല്ല പോകുന്നു, അതിനേക്കാളും വലിയവനായ കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കും. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും വരുമ്പോഴും ആ സമ്പത്തും ധനവും നിലനിൽക്കുന്ന ബഹുമാനവും ഐശ്വര്യവും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതവിടെ ഉണ്ട്, ഇതല്ല ഇതിലും വലിയൊരാളല്ലേ എന്നെ സ്നേഹിക്കുന്നേ. അപ്പം ആ ഒരു പാറ്റേൺ അകത്തോട്ട് നമ്മൾ വരികയാണ്. അപ്പം ഇതെല്ലാം പുറകെ വരുമെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് ഈ പുതുവർഷ ദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കേട്ട വചനത്തിൻ്റെ ശക്തി ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ അവിടുന്ന് സർവശക്തനാണല്ലോ കർത്താവേ. ഈശോ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്നോട് പറയുന്ന കാര്യം അത് അത്ഭുതം ഞാൻ ചെയ്യുവാൻ ശക്തനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? മർക്കോസ് 11:24. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കർത്താവെന്ന് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഈ ഒരു ഉറപ്പുണ്ടാകട്ടെ. നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഈ ഒരു ഉറപ്പുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, വേറെ ആരുടെയും പുറകെ പോകണ്ട. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവൻ നിങ്ങളുടെ അരികിലുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ വചനത്തെ റിസീവ് ചെയ്യുന്ന അനേകം ദൈവമക്കളുടെ ആത്മാവിൽ വലിയൊരു അഭിഷേകം ഈ നിമിഷം നിറയപ്പെടുന്നു. എഫെസോസ് 3:20 വചനം അവരിൽ മാംസം കൊള്ളുന്നു, മാംസമായി അവരിൽ രൂപപ്പെടുന്നു. എഫെസോസ് 3:20 വചനത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടുത്തേക്ക് സഭയിലും തലമുറകളിലും യേശുക്രിസ്തു മുഖാന്തരം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. തലമുറകളോളം യേശുക്രിസ്തുവിൽ ആ ഒരു ഗ്ലോറി, ആ മഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഒരുപാട് ചിന്താകുലങ്ങളുള്ള വ്യക്തികളെ കർത്താവ് എടുത്തു കാണിക്കുന്നു. മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതകൾ, ചിന്താകുലങ്ങൾ, ഡിസിഷൻ എടുക്കുവാൻ കഴിയാതെ വണ്ണം മനസ്സ് ഇങ്ങനെ ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. ഒരു മനുഷ്യനെ ഇങ്ങനെ ദൈവം എടുത്ത് കാണിക്കുന്നുണ്ട്. പെൻഡുലം ആടുന്ന പോലെ ആടും. നിങ്ങൾ ഈ പെൻഡുലം ആടുക എന്ന് പറഞ്ഞ് നമ്മൾ ഈ ക്ലോക്കിൻ്റെ പെൻഡുലം ഇങ്ങനെ ആടിയല്ലേ, അതുപോലെ നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ധ്യാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു റിട്രീറ്റ് സെൻ്ററിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് പല സ്ഥലത്ത് നിങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ പെൻഡുലം ആടുന്ന ഇതിൻ്റെ സ്പീഡ് കൂടുന്നതല്ലാതെ ആ സംഭവം കുറയുന്നതായിട്ട് കാണില്ല. അപ്പോൾ ഇഫ് ഇറ്റ് സ്പീക്സ് ടു യു, കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ബാക്കിയെല്ലാം നിങ്ങളുടെ മൈൻഡിനകത്തുനിന്ന് നിങ്ങളൊന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും സാധിക്കുന്ന ദിവ്യാരായണ ചാപ്പല്ലോ എവിടെയെങ്കിലും പോയിരുന്നു ഈശോയോടൊപ്പം ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് സംസാരിച്ച് there are things that Jesus wants to speak to you. ഈശോയ്ക്ക് നിങ്ങൾക്ക് തരാനും അനുഗ്രഹിക്കുവാനുമുള്ള നിങ്ങളുടെ അപ്പനാണ് കർത്താവ്.
അല്ലേ? നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് കർത്താവുമായിട്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനാണ്. ഇപ്പം എന്നോടൊരു കാര്യം പറയുക, കർത്താവിനോട് പറയാൻ പറയുക, പക്ഷേ അത് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങളും കർത്താവുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. അത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്പേസ് നിങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഈ ഒരു വർഷക്കാലം അത് ഡെവലപ്പ് ചെയ്യണമെന്ന് കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരോട് വേണമെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റൊക്കെ ചോദിച്ചു. അവർ കർത്താവുമായിട്ട് ഭയങ്കര ക്ലോസ് അല്ലേ, ആ വൈദികൻ ക്ലോസ് അല്ലേ, ആ വചന പ്രൊഫഷൻ ക്ലോസ് അല്ലേ എന്നൊക്കെ ചിന്തി. പക്ഷേ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്നാണെന്നറിയോ? മക്കൾ ഡയറക്റ്റായിട്ട് അപ്പനോടൊന്ന് സംസാരിച്ചാൽ ഏതപ്പനും ഇഷ്ടമുള്ള കാര്യമല്ലേ? ഡയറക്റ്റായിട്ട് സംസാരിക്കുക, അത്ഭുതങ്ങൾ നടക്കും. ഇതാണ് ഈശോയുടെ വചനത്തിൽ നമ്മൾ കാണുന്നത്. എന്ന് വെച്ച് ബാക്കിയുള്ള സഹോദരങ്ങളെ മറക്കണമെന്നൊന്നുമല്ല. എല്ലാ വൈദികരെയും സഹോദരങ്ങളെ വചനപ്രഘോഷകരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുക, സ്നേഹിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ബിക്കോസ് ജീസസ് ലവ്സ് യു ഇൻഡിവിജ്വലി. നിങ്ങളെ വ്യക്തിപരമായി കർത്താവ് സ്നേഹിക്കുന്നു. ഈശോയെ ആ ഒരു റെവലേഷനകത്ത് ഈ ഒരു വർഷക്കാലം മുഴുവനും ജീവിക്കുവാനുള്ള വലിയൊരു കൃപ കൊടുക്കുമെന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ഭൂമിയിൽ കടന്നു വന്ന് ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും വ്യക്തമാക്കുന്നതിന് വേണ്ടി അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നല്ലോ. ഈശോയെ, ആ സ്നേഹത്തെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും യേശുവിനെ ഉൾക്കൊള്ളുവാനും അങ്ങനെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ജീവിതശൈലിയിലേക്ക് ഈ ഒരു വർഷക്കാലം ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. ഇന്ന് കേട്ട എല്ലാ വചനങ്ങളുടെയും ഐശ്വര്യവും അനുഗ്രഹവും ഓരോ മക്കളുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ആ പ്രാർത്ഥന നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മമാതാവിനോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും കൃപയും അനുഗ്രഹവും നിറവുകളും ബ്ലെസ്സിങ്സും ഓൾ ദ ഗുഡ്നസ് എല്ലാം ഈ ഒരു വർഷക്കാലം ഈ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി കർത്താവെ അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനകൾ കേട്ട് ഉത്തരമരുളുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈശോയുടെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. സോ ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്സഡ് ഇയർ. ഈ ഒരു വർഷം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിറയുന്ന ഒരു വർഷമാകട്ടെ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങളൊക്കെ എഴുതിയെടുത്തവർ ആ വചനത്തെ നിങ്ങളൊന്ന്, കർത്താവ് എനിക്ക് തന്ന വചനമാണ്, ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് തന്ന വചനമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ആ വചനമൊക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ഇവിടെ ഡബ്ലിനിലെ ഒരു പ്രോഗ്രാമിന് വന്നായിരുന്നു. അപ്പം പ്രത്യേകമായിട്ട് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ വർഷം നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. സോ ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.